Okay. Kerala becomes a part of world market. കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമാകുന്നു. Taking up the administrative control, the British could gain Kerala merchandises at cheap price and sell out their industrial product at high prices. With this, Kerala's self-sufficient village economy was destroyed. Foreign trade spread across the region under the rule of the British and Kerala became a part of the world market. എന്താ പറഞ്ഞേ? അപ്പം ഈ ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? കേരളത്തിൽ വന്നിട്ട് കേരളത്തിൻ്റെ ഉൽപ്പന്നങ്ങളെ അത് ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിലുണ്ടായ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തു. ഇതോടെ എന്താണ് അവർക്ക് ഒരു സ്വയം പര്യാപ്തമായിരുന്ന നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു. അതായത് സെൽഫ് സഫിഷ്യൻറ്റ് വില്ലേജ് എക്കണോമി വാസ് ഡിസ്ട്രോയ്ഡ്. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. കേരളം ലോക കമ്പോളത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്തു. അപ്പം അന്ന് നമ്മുടെ കേരളത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്തതും ഇമ്പോർട്ട് ചെയ്തതായിട്ടുള്ള വസ്തുക്കളാണ് അടുത്ത ടേബിളിലുള്ളത്. എക്സ്പോർട്ട് എന്ന് വെച്ചാൽ കയറ്റുമതി ചെയ്തതും ഇമ്പോർട്ട് ഇറക്കുമതി ചെയ്തതും ഏതൊക്കെയാണ്? കോക്കനട്ട് അഥവാ തേങ്ങ, നാളികേരം, ജാഗരി ശർക്കര, കാഷ്യൂനട്ട് കശുവണ്ടി, ബ്ലാക്ക് പെപ്പർ കുരുമുളക്, അരക്കനട്ട് അഥവാ അടയ്ക്ക, പിന്നെ അയൺ ഓർ ഇരുമ്പയിര് അതായത് അയണിൻ്റെ ഓർ അത്. പിന്നെ ഇമ്പോർട്ട് ചെയ്തത് ഏതൊക്കെയാണ്? ക്ലോത്ത്സ് അതായത് തുണിത്തരങ്ങൾ, കെറോസിൻ മണ്ണെണ്ണ, ടൊബാക്കോ അഥവാ പുകയില, ഷുഗർ പഞ്ചസാര, പിന്നെ മെറ്റൽ പ്രോഡക്ട്സ് ലോഹ ഉൽപ്പന്നങ്ങൾ. ഇതൊക്കെയാണ് ലോക കമ്പോളത്തിൻ്റെ ഭാഗമായപ്പോൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്ത വസ്തുക്കളുടെ ഒരു ടേബിളാണിത്. ഇനി അടുത്ത് എന്താ പറയുന്നത്? The trade laws that existed in Malabar, Kochi and Travancore were amended by the British in their favor. They introduced a unified coinage and metrology system. Roads, bridges and railways were built to improve transportation facilities, targeting the carriage of goods. For better trade facilities, they developed the ports at Kochi, Kozhikode and Alappuzha. അപ്പം വ്യാപാരം സുഗമമാക്കാൻ വേണ്ടി മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി ബ്രിട്ടീഷുകാർ വ്യത്യാസപ്പെടുത്തി. അതായത് നാണയ വ്യവസ്ഥയും അതുപോലെ അളവ് തൂക്ക സമ്പ്രദായവും പിന്നെ ഒക്കെ അവർ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. പിന്നെ വ്യാപാരത്തിനായി ഗതാഗത സൗകര്യങ്ങൾ അത് മെച്ചപ്പെടുത്തി. അങ്ങനെയാണ് റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ പാളങ്ങൾ ഇതൊക്കെ ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണിയുന്നത്. അതുപോലെ ചരക്ക് ഗതാഗതം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ എന്നീ തുറമുഖങ്ങളിലെ അവർ വികസിപ്പിക്കുകയും ചെയ്തു. അടുത്ത് ചേഞ്ചസ് ഇൻ ലാൻഡ് റിലേഷൻ, അതായത് ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. ലാൻഡ് റിലേഷൻസിൽ അഥവാ ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? The British rule made drastic changes in the pattern of land ownership enjoyed by different sections of people in the society. Local chieftains and landlords were considered as the owners of land, and the tax they had to pay to the British was predetermined. Local chieftains and landlords collected tax from the tenants in excess and evicted them. As a result, life of the tenants in Malabar became pathetic. Remember the revolts mentioned in the previous chapter. The tenants got limited right over the land by the implementation of Malabar Tenants Act of 1929. It was based on the report of the Logan Commission that was entrusted with the inquiring about the Mappila uprisings. Okay, അതിലെന്താ പറയണേ? ഇപ്പോൾ ഈ ബ്രിട്ടീഷ് ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങളിൽ ഉണ്ടാക്കിയ അവകാശങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. പ്രാദേശിക നാടുവാഴികൾ അതുപോലെ ജന്മിമാരെയും
ഭൂ ഉടമകളാക്കി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയൊക്കെ ചെയ്തു. ഈ ജന്മിമാരും നാടുവാഴികളും അതുപോലെ കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തു. ഇതോടെ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ അവസ്ഥയായി പരിതാപകരമായിട്ട് മാറി. ഇതിനെതിരെ നടന്ന കലാപങ്ങളെ പറ്റിയ മുൻ അധ്യായത്തിൽ പരാമർശിച്ചിട്ടുണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 ഒരു മലബാർ കൂടിയായ്മ അഥവാ മലബാർ ടെനൻസ് നടപ്പിലാക്കിയതോടെ കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമം മാത്രമായെങ്കിലും അവകാശം ലഭിച്ചു. ഓക്കെ, അടുത്ത ചേഞ്ചസ് ഇൻ ദ ലാൻഡ് റിലേഷൻ സ്റ്റാർട്ടഡ് ഇൻ ട്രാവൻകൂർ ഫ്രം ദ ടൈം ഓഫ് മാർത്താണ്ഡവർമ്മ ഇറ്റ്സെൽഫ്. അതുപോലെ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തന്നെ ഭൂവുടമ ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. Land of the Madambis were converted into പണ്ടാരംവക ഗവൺമെന്റ് പ്രോപ്പർട്ടി. പണ്ടാരംവക എന്താണ്? മാടമ്പള്ളിയുടെ ഭൂമിയൊക്കെയും പണ്ടാരംവക അഥവാ സർക്കാർ വകയാക്കിയാണ് ഭൂമിയായി മാറി. The government of Travancore made a landmark proclamation in 1865 granting the tenants ownership of the lands they cultivated. It is known as the Pandarapatta Vilambara. The Janvi Kudiyan Act passed in 1896 also granted land ownership to the tenants in Travancore. Hence, majority of the tenants in Travancore became landowner, at least in name. In return, they were compelled to pay huge amount of tax to the government. In short, the tenants in Travancore also suffered a lot due to the tax burden. In Kochi, the Tenancy Act അഥവാ കൂടിയായ്മ നിയമം was enacted in 1940. അപ്പോൾ എന്താ പറയുന്നത്? തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ ഭൂവുടമ ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരം വക അഥവാ സർക്കാർ വക ഭൂമിയായി മാറി. ഈ പണ്ടാരവക ഭൂമിയിൽ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമാക്കി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു. ഇത് പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ് അറിയപ്പെടുന്നത്. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരം തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിച്ചു. അങ്ങനെ ഭൂരിഭാഗം കുടിയാന്മാരും തിരുവിതാംകൂറിൽ നാമമാത്രമായ ഭൂമുടമകളായി മാറി. ഇതിനു പകരമായി അവർ സർക്കാരിലേക്ക് വലിയ നികുതി അടയ്ക്കേണ്ടി വന്നു. ചുരുക്കത്തിൽ തിരുവിതാംകൂറിലെ കർഷകരും നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടി. 1914 ആണ് കൊച്ചിയിലെ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. ഇനി ആ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ അതില് വർഷം, അതുപോലെ ആ വിളംബരവും അഥവാ ഇപ്പം തിരുവിതാംകൂറിൽ 1865 പണ്ടാരപ്പാട്ട നിയമം അഥവാ പണ്ടാരപ്പാട്ട വിളംബരം വരുന്നത്. കൊച്ചിയിൽ 1914 കുടിയായ്മ നിയമം, പിന്നെ മലബാറിൽ 1929 മലബാർ കുടിയായ്മ നിയമം വരുന്നു. മലബാർ കുടിയായ്മ നിയമം, അതുപോലെ കുടിയായ്മ നിയമം, പിന്നെ പണ്ടാരപ്പാട്ട വിളംബരം. അപ്പം ഇത് ഒന്ന് തിരുവിതാംകൂറിലും പിന്നെ കൊച്ചിയിൽ, മലബാറിലും. അപ്പം അതിൻ്റെ വർഷങ്ങളുമാണ് ആ ടേബിളിൽ കൊടുത്തേക്കുന്നത്. ഇനി അടുത്തെന്താ? കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ. The British rule made great changes in the pattern of agriculture. Kerala products were in great demand in foreign markets.
coffee, tea, cardamom were cultivated in large plantation in hilly areas. With the beginning of other crops, paddy production declined. The result was food shortage. To overcome this situation, tapioca cultivation extended to large areas. At the same time, peat plantation was started in Nilambur under the guidance of Connolly. ഓക്കെ, കൊനോലി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് അയാളുടെ ഗൈഡൻസിൽ നിലമ്പൂരിൽ എന്താണ് ഒരു പീക്ക് പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റേഷൻ വെയർ ഓൺഡ് ബൈ ദ ബ്രിട്ടീഷ് ആൻഡ് ദ റൂളേഴ്സ് ഓഫ് കൊച്ചി ആൻഡ് ട്രാവൻകൂർ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് leased out forest lands to the British to start estates. Gradually, Kerala became a hub of cash crop production. ഓക്കെ, ബ്രിട്ടീഷ് എന്താ അവിടെ പറയുന്നത്, ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കൾട്ടിവേഷൻ അഗ്രികൾച്ചറിൽ അഥവാ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളത്തിൽ ധാരാളം ആവശ്യക്കാരും ഉണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിൽ കോഫി അഥവാ കാപ്പി, ടീ, തേയില, പിന്നെ ഏലം, അതുപോലെ റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളായി കൃഷി ചെയ്യാൻ തുടങ്ങി. മറ്റ് വിളകൾ കൃഷി ചെയ്തതോടെ നെല്ലിൻ്റെ ഉൽപ്പാദനം കുറയുകയും പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയൊക്കെ ചെയ്തു. ഇതിന് പരിഹാരമായി ആണ് മരിച്ചീനി അഥവാ കപ്പ, ടപ്പിയോക്ക കൃഷി വ്യാപിപ്പിച്ചു. ഇതേ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാരനായ കൊനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നത്. ഈ തോട്ടങ്ങൾ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലായിരുന്നു. വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകിയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയും തിരുവിതാംകൂറിലും അതുപോലെ കൊച്ചിയിലും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കേരളം ഒരു വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായി മാറി. ഗ്രാജുവലി കേരള became a hub of cash crop production. അടുത്ത ഗ്രോത്ത് ഓഫ് പ്ലാന്റേഷൻ ആൻഡ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. തോട്ട വ്യവസായത്തിൻ്റെയും അതുപോലെ പരമ്പരാഗത വ്യവസായത്തിൻ്റെയും വളർച്ച. The British started plantation industries in Kerala with their own capital for processing and exploring cash crops. Tea and coffee factories and rubber processing units were set up in high ranges. In the meantime, traditional industries related to coconut, kayar, cashew nut, handloom and beedi were also developed. Oil mills using diesel engines were started at many places in Kerala. Alappuzha was the hub of coconut oil industry. In 1859, James Dara from Ireland started a kayar factory in Alappuzha. Cashew nut processing and exporting factories were established in Kollam. Tile factory in Farok, Kollam and Ollur, and handloom factories in Kannur and Kozhikode started functioning. BD companies were started in Kannur. Okay. അപ്പോൾ തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ എന്ത് ചെയ്തു? ഒരുപാട് ഫാക്ടറികൾ ആരംഭിച്ചു. അതിനു വേണ്ടിയിട്ട് തേയില, കാപ്പി, റബ്ബർ എന്നിവ തോട്ട മേഖലകളിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ്. ഇതോടൊപ്പം തേങ്ങ, കയർ, കശുവണ്ടി, അതുപോലെ കൈത്തറി, ബീഡി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളും ശക്തിയാർജിച്ചു. എണ്ണയാട്ടു മില്ലുകൾ കേരളത്തിൽ വ്യാപകമായി. ആലപ്പുഴയിലായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ ഒരു സെൻറ്റർ അഥവാ കേന്ദ്രം എന്ന് പറയുന്നത്. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. അതുപോലെ കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി ആണ് വളർന്നു വന്നത്. പിന്നെ ഫറോക്ക് അഥവാ കൊല്ലം, പിന്നെ ഒല്ലൂർ, തൃശ്ശൂരിലെ ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും
പിന്നെ അതുപോലെ കണ്ണൂരും കോഴിക്കോടും കൈത്തറി നിർമ്മാണശാലകളും ഒക്കെ ആരംഭിച്ചു. പിന്നെ ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമായാണ് വളർന്നു വന്നത്. ഇനി പറയുന്നതാണ് റൈസ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ്. മോഡേൺ ഇൻഡസ്ട്രീസിന്റെ വളർച്ച. മോഡേൺ factories were established in Kerala by middle of the 20th century. Majority of them were in Travancore and Kochi. Rulers of Travancore adopted policies promoting modern industries. The British provided technical and financial support to the industries. The establishment of Pallivasal hydroelectric project propelled the development of modern industry. The main factories started during that period are അതാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത് താഴെ നമുക്ക് പറയാം. And the banks were started in Kerala as institution for accumulating capital and dealing with the financial affairs. The Nedungadi Bank was the first private bank in Kerala. Later the Imperial Bank, the Indian National Bank and Chartered Bank came into existence. Okay. 20ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ തന്നെ ആധുനിക വ്യവസായശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് ഒരു 20ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ്. അവയിൽ ഭൂരിഭാഗവും തിരുവിതാംകൂറിലും അതുപോലെ കൊച്ചിയിലുമാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി. പള്ളിവാസൽ അതുപോലെ വൈദ്യുതി നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ഒന്നും കൂടെ പ്രൊമോട്ട് ചെയ്തു, അഥവാ കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിച്ചു, ത്വരിതപ്പെടുത്തി. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റ് വ്യവസായ ശാലകളാണ് ഈ താഴെ പറയുന്നത്. അതായത് ദ മെയിൻ ഫാക്ടറി സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ആർ ഒന്ന് എന്താണ് പുനലൂർ പേപ്പർ മിൽ പുനലൂരിൽ സ്ഥാപിച്ച പേപ്പർ മിൽ, അത് കൊല്ലത്താണ്. അതുപോലെ ഫാക്ട് കളമശ്ശേരി, അഥവാ കളമശ്ശേരിയിലെ ഫാക്ട്, അത് എറണാകുളത്താണ്. പിന്നെ കുണ്ടറ സെറാമിക്സ്, അത് കൊല്ലത്താണ്. പിന്നെ റബ്ബർ വർക്ക്സ്, അത് തിരുവനന്തപുരം. പിന്നെ ടാറ്റ ഓയിൽ മിൽസ് ഇൻ കൊച്ചി. പിന്നെ അളഗപ്പ ടെക്സ്റ്റൈൽ മിൽ, അത് തുണി മിൽ, അത് കൊച്ചിയിലാണ്. ഓക്കെ. ഇതേപോലെ ഇതിൻ്റെ ഈ മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായി ബാങ്കുകൾ ഇക്കാലത്ത് കേരളത്തിൽ പയ്യെ വളർന്നു വന്നു. ആദ്യമായി രൂപം കണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു. നെടുങ്ങാടി ബാങ്ക് വാസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ കേരള. പിന്നെ ഇമ്പീരിയൽ ബാങ്ക്, പിന്നെ ഇന്ത്യൻ നാഷണൽ ബാങ്ക്, പിന്നെ ചാർട്ടേഡ് ബാങ്ക് എന്നിവ നിലവിൽ വന്നു. ഓക്കെ. ഇനി പറയുന്നത് ദ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൺ കൾച്ചർ. ബ്രിട്ടീഷിൻ്റെ ഇൻഫ്ലുവൻസ് ഓൺ കൾച്ചർ, അഥവാ സാംസ്കാരിക മേഖലയിൽ ബ്രിട്ടീഷിൻ്റെ സ്വാധീനം, അതിനെക്കുറിച്ചാണ്. The beginning of printing in Kerala was with the advent of the Europeans. The Jesuit missionaries were highly interested in publishing the dictionaries and grammar texts. Dr. Angelo Francis prepared the first Malayalam grammar text and Arnos Pathiri the first Malayalam dictionary. Some Sheva